ഞാൻ കേട്ടില്ല, പക്ഷെ അതിനകത്ത് കണ്ടന്റ് എനിക്കറിയാം. ഒരാളും മരിച്ച് മണ്ണോട് ചേർന്നു അല്ലെ നിമിഷ? മരണം കൊണ്ട് തീരാവുന്ന പ്രശ്നമുള്ള ലൈഫ്. നിമിഷ ചേച്ചിയല്ലേ? അല്ല, കേസ് പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇവിടെ രേണുസുതി കത്തിക്കയറിക്കൊണ്ടിരിക്കുകയാണ്. രേണുസുതിയുടെ കൂടെ നിമിഷ ചേച്ചി ഉണ്ട്. അപ്പോൾ ഇവർക്ക് എന്താ പറയാനുള്ളത് നോക്കട്ടോ. രണ്ടാമത്തെ ഭാര്യ രംഗപ്രവേശം ചെയ്തിട്ട് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, ഞാൻ രണ്ടാമത്തെ ഭാര്യ എന്നെ ഇൻസൾട്ട് ചെയ്യുന്നു, രേണുസുതി കൊല്ലം സുധീനെ വളർത്തെടുത്താണ് എന്നുള്ള രീതിയിലൊക്കെ അല്ലേ ആളുകൾ കേൾക്കാൻ കാണാൻ ആഗ്രഹമുള്ളത് യൂട്യൂബിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണം. അപ്പോൾ രണ്ട് ചേരികളായിട്ട് തിരിഞ്ഞുകൊണ്ട് യൂട്യൂബ് വീഡിയോസിൽ താഴെ ഇങ്ങനെ കമൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. രേണുസുധീനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്, ചിലർ രേണുസുധീനെ കണ്ണിന് നേരെ പിടിക്കാത്ത ആൾക്കാർ രേണുസുധീനെ കുറ്റം പറഞ്ഞുകൊണ്ടൊക്കെ. അപ്പോൾ രേണുസുധി ഇതിൽ എന്തൊക്കെ പറയുന്നുണ്ട് കേട്ടോ, അതുമായി ബന്ധപ്പെട്ട് നോക്കാം. നമ്മളെല്ലാം മരിക്കുന്നവരാണ്, മരിച്ച് മണ്ണോട് ചേരുന്നവരാണ് നമ്മൾ. മരിച്ച ഒരാളെ പറ്റി ഇങ്ങനെ അപവാദങ്ങളും അപകീർത്തികളും പറയുന്ന എന്തിനാണ് നമ്മൾ കേൾക്കുന്നത്? ഞാൻ അതിനകത്ത് ഒരു ആരോപണം ഞാൻ പ്രതികരിക്കുന്നില്ല നിമിഷ, കാരണം പലരും പറയുന്നത് സാറേ രേണുസുതി എല്ലാറ്റിനോട് കയറി പ്രതികരിക്കുന്ന ആളാണ്, എന്തുകൊണ്ടാണ് ഇവിടെ പ്രതികരിക്കാത്ത? അത് കള്ളത്തരാണല്ലേ, രേണുസുതി അത് പ്രതികരിക്കണം എന്നൊക്കെ. അതായത് ആൾക്കാർ കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് രേണുസുതിക്ക് എന്താണ് പറയാനുള്ളത് എന്നല്ലേ. എന്താണ് മറ്റുള്ളവരുടെ കാര്യത്തിൽ നമുക്ക് ഇത്ര ജിജ്ഞാസ, എത്ര ആകുലത, അല്ലെങ്കിൽ ഇത്രത്തോളം ഒരു എന്താ പറയുക പൊരിച്ചിൽ? വേറൊരാളുടെ ലൈഫിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാനുള്ള ഭയങ്കരമായിട്ട് താല്പര്യമൊക്കെ ഉണ്ട്. അത് മോശമൊന്നുമല്ല കേട്ടോ, നമുക്ക് ആൾക്കാർക്ക് കേൾക്കാൻ ആഗ്രഹം ഉണ്ടാവുമല്ലോ, നമുക്ക് പൊതുവെ ഒരു കൗതുകമൊക്കെ ഉണ്ടായിരിക്കും. ഇവിടെ രേണുസുതിയുടെ കാര്യത്തിൽ പൊതുസമൂഹത്തിനുള്ള ഈ ഒരു ജിജ്ഞാസ, ഈ ഒരു താല്പര്യം കൂടുതലാണ് തോന്നുന്നത്. ഇത് തന്നെയാണ് അവർ മാർക്കറ്റ്. പിന്നെ അവർ ഒരു കാര്യത്തിനോട് പ്രതികരിക്കണോ വേണ്ടേ എന്നൊക്കെ തീരുമാനിക്കുന്ന അവരല്ലേ. നമുക്കിപ്പോൾ പ്രതികരിച്ച് പറ്റൂ, ഞങ്ങൾക്ക് നീതി വേണമെന്നുള്ള രീതിയിൽ ഇതാക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് ഒരുപാട് കമന്റ്സ് എന്നെ പറ്റി എനിക്ക് ഇരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് പുള്ളിനെ തേജോവധം ചെയ്യാം. ദീക്ഷ ചേച്ചിയുടെ ഫിലോസഫി ജീവിച്ചിരിക്കുന്ന ആളെ തേജോവധം ചെയ്യാതെ എന്താപ്പത്? തിരിച്ചു വന്നിട്ട് ശരിയല്ല അല്ലെങ്കിൽ ശരിയാണെന്ന് അംഗീകരിക്കുന്ന അത് കേൾക്കുന്നവരെ വേണ്ടേ പറയാൻ. എന്ത് കഷ്ടം, ആള് മരിച്ചുപോയി. രേണുസുതിയുടെ വാവച്ചി. ഇതിൻ്റെ ഇടയിൽ വേറെ സംഗതി അതായിരുന്നു. അതിക്ക് വരട്ടാ. ഞാൻ എപ്പോഴും കൊടുത്തോണ്ടിരിക്കുന്ന അഡ്വൈസ്, ഇങ്ങനെ ഒന്നും നോക്കണ്ട. ഡയലോഗ് എന്താ? അപ്പൊ അവള് മുന്നോട്ട് തന്നെ കയറിപ്പോട്ടെ. അല്ല, നെഗറ്റീവുകൾ അങ്ങനെയല്ല, നെഗറ്റീവുകളൊക്കെ പറയുന്ന അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പിന്നെ സപ്പോർട്ട് കൊടുക്കുന്നവരെ ചേർത്ത് പിടിക്കുക, അത്രേ ഉള്ളൂ. അത് എന്നും ഉണ്ടാവും. രേണുസുതി വളരെ ബോൾഡായിട്ടുള്ള ഒരു ലേഡിയാണെന്നുള്ളതിൽ സംശയമില്ല അല്ലേ. ഇത്രയും നെഗറ്റീവ് കിട്ടിയിട്ട് രേണുസുതിയിൽ പിടിച്ചിട്ടുണ്ടെന്ന് ആലോചിക്കും. അവർക്ക് അവരുടേതായ ഒരു കോൺഫിഡൻസ് കുറവ് എന്തെങ്കിലും എവിടെയെങ്കിലും കണ്ടായിട്ട് ഓർക്കുന്നുണ്ട്. ഇൻ്റർവ്യൂകളിലും അതേപോലെ ഇങ്ങനെയുള്ള ഷോർട്സിലും ആൽബം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ലൊക്കേഷനിൽ അവിടെ നിന്ന് എടുക്കണ ഓരോ പീസസ് ഓഫ് വീഡിയോസിലൊക്കെ അവർ വളരെ കോൺഫിഡൻ്റ് ആയിട്ടാണ്. അപ്പോൾ അത് അവരുടെ ഈ മാർക്കറ്റ് എന്ന് പറയുന്നത് ഈ നെഗറ്റീവായിട്ടുള്ളൊരു ഇമേജാണ്, അല്ലെങ്കിൽ ആളുകൾ വളരെ നെഗറ്റീവായിട്ട് കാണുന്നതാണ്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കാം, ഈ സിംഗിൾ പാരൻറ്റ് ആയിട്ടുള്ള ഒരു യുവതിക്ക് പലപ്പോഴും എത്രത്തോളം നെഗറ്റീവ് വന്നാലും സമൂഹം എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടായിരിക്കുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇവിടെ രേണുസുതിയുടെ കാര്യത്തിലും ഷാജിയുടെ ഒക്കെ കാര്യത്തിലും അങ്ങനെ ഒരു സംഗതി ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അവർ ആ കുട്ടികളെ വളർത്താൻ വേണ്ടിയിട്ട് കാര്യമായി കഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ. അങ്ങനെ അവർ ഭയങ്കര ബോൾഡായിട്ടുള്ള ലേഡിയാണെന്നൊക്കെ. പിന്നെ വേറെ കാര്യം, നെഗറ്റീവ് പറയുന്ന ആളുകൾ ഇപ്പോൾ മോശക്കാരാണെന്നല്ല പറഞ്ഞു വരുന്നത്. നമുക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമുക്ക് ശരിയല്ല തോന്നുന്ന കാര്യങ്ങളുണ്ടാവുമല്ലോ, ഇത് ചിലപ്പോൾ ചില ആളുകൾക്ക് ശരിയായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ പറയുന്നത് തന്നെ ശരി എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ എന്തൊക്കെ ചിലർ ഭയങ്കരമായിട്ട് സദാചാരം ഇതൊക്കെ ഇട്ട് വിധവയായിട്ടുള്ള ഒരുത്തിയല്ലേ അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ, എങ്ങനെ ചെയ്യണം കാര്യം ഉദ്ദേശിക്കണത്. ഈ പ്രശ്നം വന്നേക്കണെന്ന് പറഞ്ഞാൽ ഞാൻ ചേച്ചിക്ക് ഒരു വാരി കൊടുത്തത് കൊണ്ടാണ് എൻ്റെ മൈൻഡിൽ. പ്രതീഷിന് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ചിട്ട് ഭക്ഷണം വാരി കൊടുത്തു. അത് വലിയൊരു അക്രമമായി, വലിയൊരു അങ്ങനെ ചെയ്യാൻ പാടില്ല. ഭാര്യയുടെ അടുത്ത് വീഡിയോ കോൾ ചെയ്തിട്ടാണ് അങ്ങനെ വെച്ച്, ആ ഭാര്യ വേറെ വഴിയില്ലാത്തത് കൊണ്ടാണ് ഭക്ഷണം വാരി കൊടുക്കുന്നത്, കുഴപ്പമില്ല എന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ദയാച്ചു ഒരു രംഗപ്രവേശം ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇവിടെ പ്രതീക്ഷിച്ച് ഭാര്യ കൂടി അതിലൊരു പ്രതികരണമായിട്ട് വന്നിരിക്കട്ടെ. പെങ്ങൾക്ക് വാരി കൊടുക്കുകയാണെങ്കിൽ ആ ഒരു മൈൻഡാണ്, അല്ലെങ്കിൽ എനിക്കൊരു ചേച്ചി ഉണ്ടെങ്കിൽ ആ ചേച്ചിക്ക് വാരി കൊടുക്കുക, അത്രേ ഞാനും കരുതിയിട്ടുള്ളൂ. പക്ഷെ കാണുന്ന ആൾക്കാരുടെ കണ്ണിലെ മഞ്ഞപ്പ് എനിക്ക് ഒരിക്കലും മാറ്റാൻ പറ്റത്തില്ല. അത് അത്രേ ഉള്ളൂ. കാരണം എനിക്ക് വൈഫിനെ എന്നെ അറിയാം, എനിക്ക് വൈഫിനെ അറിയാം. സോ ബാക്കിയുള്ള ആൾക്കാർ എന്ത് പറഞ്ഞാലും നെവർ മൈൻഡ്. പറയുന്ന ആൾക്കാർ
അത്രേ ഉള്ളൂ. അപ്പം നമ്മളാരായി ഇതിന് നെഗറ്റീവായി പറയുന്ന ആളുകൾ ആരായി? മൂഞ്ചിപ്പോയി. ദയോജു എന്തൊക്കെ പറയണത്, ആ കൊച്ചിൻ്റെ ഗതികേടാണ് അങ്ങനെ സംസാരിക്കുന്നത്, അങ്ങനെ ചെയ്യാൻ പോകണ്ട, വേറെ ആർക്കൊക്കെ വാരി കൊടുക്കാന്ന് പറയും. വേറെ ആർക്കും വാരി കൊടുക്കണം കണ്ടില്ലല്ലോ, പിന്നെ അത് പൊതുവായിട്ട് ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? എന്തപ്പത്? ഇത് ഭക്ഷണം വാരി കൊടുത്തു, അതിപ്പോൾ ഈ ഭാര്യയ്ക്കും ഭർത്താവിനും അവർക്ക് പ്രശ്നമില്ല, പിന്നെ നാട്ടുകാർക്കാണോ പ്രശ്നം? ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ പ്രതീഷിൻ്റെ വൈഫ് കേട്ടോ, പയ്യൻ്റെ പേര് പ്രതീഷ് തന്നെയല്ലേ? ഓൺ വോയിസ് ആയിട്ട് വന്നത്. ഞാൻ ഇതുവരെ ഒരു കമന്റ്സിന് ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾ ഈ ജനറേഷനിൽ തന്നെയാണ് ജീവിക്കുന്നത്. അത് ഞാൻ അറിയാത്തതുകൊണ്ട് ചോദിക്കുക. കാരണം പറയേണ്ടെന്ന് വെച്ച കാര്യങ്ങളാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കമന്റ്സ് ഒക്കെ ഇല്ലേ, നിങ്ങൾക്ക് കമന്റ്സ് പറയാനുള്ള റൈറ്റ് ഉണ്ട്, ശരി സമ്മതിച്ചു. പക്ഷേ കുടുംബം തകർക്കും, കുടുംബം തുഴഞ്ഞു പോകും, അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല. പിന്നെ എൻ്റെ ഭർത്താവിന് ഭാര്യ രേണുസുതി കാരണം ആ പാവം പയ്യനെ എന്തപ്പത് ഒരു കാര്യം വെച്ചു. രേണുസുതി ഇപ്പോൾ വശക്കാരിയായി, മറ്റേ വയ്യ വിചാരിയായി അല്ലേ? അതായാലും കലക്കി എന്താ പറയുക, ആ പയ്യൻ്റെ കുടുംബ കോഞ്ഞാട്ടയാക്കും, ഓള് രാക്ഷസിയാണെന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റുകളൊക്കെ കാണലുണ്ട്. എന്താപ്പത്? കാണേണ്ട സ്ഥാനത്ത് ഭാര്യനെ കാണാനറിയാം, അമ്മേനെ കാണേണ്ട സ്ഥാനത്ത് അമ്മേനെ കാണാനറിയാം, ചേച്ചീനെ കാണേണ്ട സ്ഥാനത്ത് ചേച്ചീനെ അറിയാം. അതുപോലെ തന്നെ ആൾക്ക് നന്നായിട്ട് അഭിനയമായിട്ടും അതുപോലെ തന്നെ ജീവിതമായിട്ട് കാണാനറിയാം. പിന്നെ ഈ ലോകത്ത് ആദ്യമായിട്ട് ആൽബം ചെയ്യുന്ന ഒരാളല്ല എൻ്റെ ഹസ്ബൻഡ്. പിന്നെ രേണു ചേച്ചി എന്ന് പറയുന്ന ഒരു ആക്ട്രസിന്റെ കൂടെ പുള്ളിക്കാരൻ ചെയ്യുന്നത് പുള്ളിക്കാരൻ്റെ മിടുക്ക്. പുള്ളിക്കാരൻ ഇപ്പൊ നല്ല രീതിക്ക് പോകുന്നുണ്ടെങ്കിൽ അത് പുള്ളിക്കാരൻ്റെ മിടുക്കാണ്. അതിന് ഞങ്ങൾ ഒരു 90% ഞങ്ങൾ പഠിച്ചു കൊടുക്കുന്നത് രേണു ചേച്ചിക്കാണ്. കാരണം ചേച്ചീനെ ആൾക്കാർ അറിയുന്നതുകൊണ്ട് തന്നെയാണ് എൻ്റെ ഹസ്ബൻഡിനെ ഇപ്പൊ 4 ആൾക്കാർ അറിയുന്നത്. എങ്ങനെ ഇരിക്കണ്? എനിക്ക് നല്ല പ്രൗഡാണ്. പുള്ളിക്കാരൻ ഇനി അഭിനയിക്കണം തന്നെയാണ് എൻ്റെ ആഗ്രഹം. നല്ല നിലയിലെത്തണം തന്നെയാണ് എൻ്റെ ആഗ്രഹം. പിന്നെ നിങ്ങൾ എന്ത് മോശം കമന്റ്സ് ഇട്ടാലും ഒരു ഭാര്യ എന്ന നിലയിൽ അല്ലെങ്കിൽ നല്ലൊരു ഫ്രണ്ട് എന്ന നിലയിൽ എൻ്റെ ഫുൾ സപ്പോർട്ടും ഉണ്ടാവും എൻ്റെ ഹസ്ബൻഡിന്. ഇനി ആഗ്രഹം ചെയ്യും. ഓക്കെ, അത്രേ ഉള്ളൂ. ഇപ്പോൾ രേണുസുധിയുടെ വിഷയം ഈ വിഭാഗത്തിലെത്തിയിരിക്കണത് അലിൻ ജോസ് പെരേര ഡാൻസ് കളിച്ചാണ് അല്ലേ? ഇവിടെ നമ്മുടെ കൊല്ലം സുധിയുടെ ഓർമ്മ ദിനം രണ്ടാം വർഷമാവുകയാണ്. ഓർമ്മ ദിവസത്തിൽ ആ ദിവസം വന്നിട്ട് മൂപ്പര് വന്നിട്ട് അലിൻ ജോസ് ഡാൻസ് കളിച്ചു. അതിനെ രേണുസുധി സപ്പോർട്ട് ചെയ്തു, കൈകൊട്ടി, ഇവിടെ ഡാൻസ് കളിച്ചതിന് നന്ദി എന്നൊക്കെ പറഞ്ഞു എന്നാണ് ആളുകളുടെ പ്രശ്നം. ഒരു തരത്തിൽ പറയണമെങ്കിൽ നമ്മൾ മാനുഷിക മൂല്യങ്ങൾക്ക്, കുടുംബത്തിൻ്റെ ഒരു ഇതിനൊക്കെ ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്ന ആളുകൾക്ക്, മനുഷ്യത്തുള്ള ആളുകൾക്ക് അത് കാണുമ്പോൾ ഹേർട്ടാവും. എന്ന് വെച്ചാൽ ഭയങ്കര ഫീൽ ചെയ്യും. ഒരാൾ മരിച്ചതിൻ്റെ ഓർമ്മ ദിവസം വന്നിട്ട് ഒരുത്തൻ വന്നിട്ട് ഇങ്ങനെ പേക്കൂത്ത് കാണിക്കുക, ഡാൻസ് കളിക്കാന്ന് പറഞ്ഞ് ഞാനും അംഗീകരിക്കണില്ല കേട്ടോ. അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. എല്ലാത്തിനും ഒരു പരിധിയുണ്ട്, പരിധി വിട്ട് പോകുക എന്നുള്ളൊരു കാര്യമുണ്ട്. പക്ഷേ നിങ്ങളുടെ കാര്യത്തിലേക്ക് രേണുസുധി അവിടെ എന്താണ് ചെയ്യേണ്ടിയിരുന്നത്? രേണുസുധി അലിൻ ജോസ് പെരേരനെ ചീത്ത വിളിക്കുകയാണ് ചെയ്യേണ്ടിയിരുന്നത്. അങ്ങനെയാണോ നിങ്ങൾ ആഗ്രഹിക്കുക? അത് അല്ല, അങ്ങനെ ചെയ്യണോ അങ്ങനെ ചെയ്യേണ്ടതെന്നല്ല, എൻ്റെ ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു സംശയമാണ്. എന്താണ് ചെയ്യേണ്ടിയിരുന്നത്? വീട്ടിലേക്ക് കയറി വരുന്ന ഒരാളോട് എന്താണ് ചെയ്യേണ്ടിയിരുന്നത്? പിന്നെ അലിൻ ജോസ് പെരേരയുടെ കാര്യം നമുക്കറിയണം. അവനൊരു വലിയ ബ്രേക്കും ഇല്ലാത്ത ഒരു വേറെ യൂണിവേഴ്സുള്ള ഒരുത്തര. അവൻ എങ്ങനെയെങ്കിലും ഒരു ലൈവ് ലൈറ്റിൽ കയറി കൂടിയാൽ മതി. ഈ നെഗറ്റീവ് പബ്ലിസിറ്റി കൊണ്ട് ജീവിക്കണം വേറെ ഒരുത്തരാണ് അലിൻ ജോസ് പെരേര, അത് നമുക്കറിയണതാണ്. അപ്പോൾ ഇവിടെ വേറെ പലരും പറയുന്ന ഒരു സംഗതിയാണ്, അപ്പോൾ അങ്ങനെ വീട്ടിലേക്ക് കയറി വരുന്ന ഇങ്ങനൊരു ചെങ്ങായിനെ എന്താണ് ചെയ്യേണ്ടിയിരുന്നത്? ഇങ്ങനെ ഒരു പ്രവൃത്തിക്ക് എങ്ങനെയാണ് രേണുസുധി റെസ്പോണ്ട് ചെയ്യേണ്ടിയിരുന്നതെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഇതിപ്പോൾ ഈ കാണുന്ന ആളുകളെ, രേണുസുധീനെ വിമർശിക്കുന്ന ആളുകളെ കുറ്റപ്പെടുത്തിയുള്ള സംഗതിയല്ല കേട്ടോ. അല്ല, എനിക്ക് തോന്നുന്ന കുറച്ച് സംശയങ്ങളാണ്. അത് കറണ്ടും പോയി നന്നായി. രേണുസുധി ആ ഓർമ്മ ദിനം ഒരു കണ്ടൻറ്റാക്കി മാറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് സീക്രട്ട് ഏജൻറ്റ് ഒരു വീഡിയോ കണ്ടത് എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. അതൊരു കണ്ടൻറ്റാക്കി മാറ്റി. കാരണം എനിക്ക് വന്ന് അവർ ഈ ബിഗ് ബോസ് ലക്ഷ്യം വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ കൂടുതൽ വൈറലാവാൻ വേണ്ടിയിട്ടൊക്കെ അവരെ ഇനിയും കൂടുതൽ ഇൻ്റർവ്യൂസ് വരാൻ വേണ്ടിയിട്ടോ അവർ മാർക്കറ്റ് വാല്യൂ കൂട്ടാനൊക്കെ വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന ഒരു സംഗതി ആയിരിക്കാം. സോ അവരവരുടെ ജീവിതം ലീഡ് ചെയ്യണം, നമ്മളിതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം. കുറേ നമ്മൾ സംസാരിക്കും, ചിലവർ തെറി വിളിക്കും, ചിലവർ സപ്പോർട്ട് ചെയ്യും. നമ്മൾ പറയില്ലേ, എന്തിന് 2 വശമുണ്ട് പറഞ്ഞവർ, അമ്മയെ തല്ലിയാലും 2 ടീമായിട്ട് നിന്നിട്ട് ആളുകൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടും വിമർശിച്ചുകൊണ്ടും പ്രതികരിക്കുമെന്ന് പറയുന്ന പോലെ. അപ്പോൾ ഗൈസ്, ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനലാണ്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ, ബൈ സീ യു. ദയവ് ഇത് ചീത്ത വിളിക്കരുത്, തെറി വിളിക്കരുത്, എന്തൊക്കെയാണ്. പിന്നെ ചില ആൾക്കാർ പറഞ്ഞിട്ട് നമുക്ക് ഇയാൾക്ക് സംസാരിക്കാൻ പോലും അറിയില്ല എന്നൊക്കെ. പൊന്നു സുഹൃത്ത്, ഞാൻ ഒരു ഇൻട്രോവേർട്ട്, സുഹൃത്തുക്കൾ, ചേച്ചിമാർ, ചേട്ടന്മാർ, ആരും ഈ വീഡിയോ ചെയ്യണത് എൻ്റെ ധൈര്യം, കോൺഫിഡൻസ് കൂട്ടാനൊക്കെ വേണ്ടിയിട്ടാണ്. പിന്നെ ഇന്നതാണ് അത് ദയവ് ഇത് കൊല്ലരുത്. ഓക്കെ, ബൈ സീ യു. ആദ്യമായിട്ടാണ് ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലൊന്നും ക്ലിക്ക് ചെയ്യുക, അതിൽ ഓൾ കൊടുക്കുക. കൂടുതൽ വീഡിയോസ് കാണും, കൂടുതൽ ചർച്ചകൾ അടികളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകുക ഗൈസ്. ഇനി എന്തൊക്കെ വരാനിരിക്കുന്നു. ഓക്കെ, ബൈ സീ യു.